എന്താ മാഡം ഇവിടെ എന്താ നടക്കുന്നത്? ഇതെന്താ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ചോരപ്പാടുകൾ? ആരുടെ ചോരയാ മാഡം? എന്താ പറഞ്ഞത്? ചോരയോ? കുറച്ചു മുൻപ് ഇവിടെ എന്താ നടന്നത്? കുറച്ചു മുൻപ് ഞാൻ കണ്ട രൂപഭാവങ്ങൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇതെന്ത് മറിമായും? നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ? കുറച്ചു മുൻപ് ഈ മുറിക്കുള്ളിൽ എന്താ നടന്നതെന്ന്. മാം, ഞങ്ങൾ അനുവിന്റെ മാജിക് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഡ്രാമ കളിക്കായിരുന്നു. ഡ്രാമ കളിച്ചതാണോ? അതെ മാഡം, കോളേജ് ആനുവൽ ഡേക്ക് അവതരിപ്പിക്കാനേ ഞങ്ങളൊരു ഡ്രാമ ഡ്രസ് റിഹേഴ്സൽ നോക്കിയതാ. മേക്കപ്പ്. അല്ല, നിങ്ങൾ എന്ത് നാടകം കളിച്ചത്? പ്രേതനഗരം. പ്രേതനഗരോ? അതെ, പ്രേതനഗരം. നാടകത്തിലെ പ്രേതങ്ങളാ ഞങ്ങൾ എല്ലാരും. അപ്പൊ അതിലൊരു പ്രേതാണോ മറ്റേ പ്രേതം? അതേത് പ്രേതം? അഞ്ചാമതൊരു പ്രേതത്തെ കൂടി ഞാൻ ഈ മുറിക്കകത്ത് കണ്ടായിരുന്നല്ലോ. അതാരാ? അയ്യോ, എന്നെയാണല്ലോ ചേട്ടത്തി ഉദ്ദേശിച്ചത്. അഞ്ചാമത്തെ ആളെവിടെ? ഒരു മിനിറ്റ്. ഇത് വെച്ച ആളിനെയാണോ ചേട്ടത്തി അന്വേഷിച്ചത്? അതെ, ഇത് വെച്ച ആളെവിടെ? ഇത് വെച്ച ആള് ഞാനാ. ദേ നോക്ക്. എങ്ങനെയുണ്ട് ചേട്ടത്തിക്ക് ഇപ്പൊ വിശ്വാസായില്ലേ? അല്ല, ഇത് മൂത്ത് വെച്ചത് വേറെ ആളാ. അഞ്ചാമതൊരാളെ ചേട്ടത്തി ഇതിനകത്ത് കണ്ടെങ്കിലേ അയാളെ ഒന്ന് കാണിച്ചു തന്നെ. മന്ദാകിനി, നീ പറഞ്ഞ ആ അഞ്ചാമത്തെ ആളിനെ കാണിച്ചതാ? ആള് ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഞാൻ നോക്കട്ടെ. എന്താ നിക്കുന്നേ? കേറി നോക്ക്. നോക്ക്. അല്ല, ഈശ്വര, ചേട്ടത്തി എന്നെ കണ്ടുപിടിക്കൂ. മന്ദാകിനി, എന്താ മന്ദാകിനി, എന്തു പറ്റി? എന്താ എടുത്തേ? എന്റെ തലക്കിട്ടാരോ ചവിട്ടി. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആരാ എന്റെ തലക്ക് തട്ടിയത്? മാഡം ഇവിടെ കണ്ടോണ്ട് നിക്കല്ലേ, ഞങ്ങള് എന്തേലും ചെയ്തോ മാഡം? മന്ദാകിനിക്കേ തലക്കിടക്കിടക്ക് മിന്നിപ്പിടുത്തം ഉണ്ടാവുന്നതാ അല്ലേ മന്ദാകിനി? അല്ല, അഞ്ചാമത്തെ ആളെവിടെ? നിങ്ങൾ അത് പറ. ഇതെന്താ മാഡം ചേട്ടത്തി പറയുന്നേ? മന്ദാകിനിക്ക് രാത്രിയാകുമ്പോ ഒരാളെ രണ്ടായി കാണുന്ന കാഴ്ച പ്രശ്നമുണ്ട്. അതിന്റെ ആയിരിക്കും നിങ്ങൾ 4 പേരെ കണ്ടപ്പോ 5 പേരായിട്ട് തോന്നിയത്. അയ്യോ അല്ല മാഡം. മിണ്ടി പോവരുത് നീ. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി പോയി കുരിശ് വരച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിങ്ങള് ഡോർ അടിച്ച് കിടന്നോ. എന്നാ പിന്നെ നിങ്ങൾ നാടകം കളിക്ക്. എല്ലാം ഒരു നാടകമായിരുന്നല്ലോ അല്ലേ? അവരൊക്കെ പോയോ? മന്ദാകിനി ചേട്ടത്തി ഇവനെ കണ്ടു.
തലനാരിഴയ്ക്കാ നമ്മൾ രക്ഷപ്പെട്ടത്. പ്രേതനഗര നാടകം രക്ഷയായെന്ന് പറഞ്ഞാൽ മതി. എന്നാലും നാടകം ഏറ്റു. അല്ല, ഇനി നിങ്ങളുടെ നാടകത്തിൽ ഞാൻ പ്രേതമാവേണ്ടി വരുമോ? നാടകത്തില് മാത്രല്ല, ചിലപ്പോ ജീവിതത്തിലും നീ പ്രേതമാവും. അതെന്തിനാ? ഓ, അതൊക്കെ നിന്നോട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ നീ നിന്റെ സ്ഥലത്തോട്ട് പോ. അല്ല, പോ, പോ. ഓടോ.